ജരാസന്ധൻ എന്ന വാക്കിനു കൂടിച്ചേർന്നവൻ അല്ലെങ്കിൽ സന്ധിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് അർത്ഥം. ആരാണ് ജരാസന്ധൻ? ഈ വിഷയമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല. കമന്റിലൂടെ ആവശ്യപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദു പുരാണവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കിഷ്ടപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മടിക്കരുത്. ഏവരെയും വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബൃഹദ്രഥൻ കാശി രാജാവിന്റെ ഇരട്ട പെൺമക്കളെ വിവാഹം കഴിച്ചു. ബൃഹദ്രഥൻ തന്റെ 2 ഭാര്യമാരെയും ഒരുപോലെ സ്നേഹിച്ചുവെങ്കിലും അവർക്ക് പുത്രന്മാരില്ലായിരുന്നു. ചണ്ഡകൗശിക മുനി തന്റെ രാജ്യം സന്ദർശിക്കുകയും രാജാവിന് ഒരു വരമായി ഫലം നൽകുകയും ചെയ്തു. രാജാവ് തന്റെ 2 ഭാര്യമാർക്കും പഴം തുല്യമായി വീതിച്ചു. താമസിയാതെ 2 ഭാര്യമാരും ഗർഭിണികളായി മനുഷ്യശരീരത്തിന്റെ 2 ഭാഗങ്ങൾ പ്രസവിച്ചു. നിർജീവമായ ഈ 2 ഭാഗങ്ങളും കാണുന്നത് വളരെ ഭയാനകമായിരുന്നു. അതിനാൽ ബൃഹദ്രഥൻ ശരീരഭാഗങ്ങൾ കാട്ടിലേക്ക് എറിയാൻ ഉത്തരവിട്ടു. ജര എന്നു പേരുള്ള ഒരു അസുരസ്ത്രീ 2 ഭാഗങ്ങളും കണ്ടെത്തി. ഒരെണ്ണം വലതു കൈകൊണ്ടും ഒരെണ്ണം ഇടത് കൈകൊണ്ടും ഓരോ കഷണം കൈപ്പത്തിയിൽ പിടിച്ച് എടുത്തു. അവൾ അവളുടെ കൈപ്പത്തികൾ 2ഉം ഒരുമിച്ച് കൊണ്ടുവന്നപ്പോൾ 2 കഷണങ്ങൾ ചേർന്ന് ജീവനുള്ള കുട്ടിയായി. കുട്ടി ഉറക്കെ കരഞ്ഞത് ജരയെ പരിഭ്രാന്തിയിലാഴ്ത്തി. ജീവനുള്ള കുഞ്ഞിനെ ഭക്ഷിക്കാൻ മനസ്സില്ലാതെ ജര കുഞ്ഞിനെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി സംഭവിച്ചതെല്ലാം വിവരിച്ചു. മകനെ കണ്ട സന്തോഷത്തിൽ പിതാവ് ജര എന്ന അസുരസ്ത്രീയോടുള്ള ബഹുമാനാർത്ഥം കുഞ്ഞിന് ജരാസന്ധൻ എന്ന് പേരിട്ടു. അസ്ഥി പ്രാപ്തി എന്ന പേരിൽ 2 പുത്രിമാർ ജരാസന്ധനുണ്ടായിരുന്നു. ഇരുവരും വിവാഹം കഴിച്ചത് കംസനെയാണ്. കംസവധ ശേഷം ശ്രീകൃഷ്ണനോട് ജരാസന്ധന് വൈരാഗ്യം ഉണ്ടായി. രുക്മിണിയുമായി സ്വയംവരശേഷം രഥത്തിലേറി പോകുന്ന ശ്രീകൃഷ്ണനെ ജരാസന്ധൻ വഴിക്ക് തടഞ്ഞ് യുദ്ധം ചെയ്തതായി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ജരാസന്ധൻ മധുരയെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ കൃഷ്ണൻ ദൈവിക വാസ്തുശില്പിയായ വിശ്വകർമാവിനോട് കടലിനോട് ചേർന്ന് മനോഹരമായ ഒരു നഗരം നിർമ്മിക്കാൻ കൽപ്പിക്കുന്നു. തുടർന്ന് കൃഷ്ണൻ മധുരയിലെ മുഴുവൻ ജനങ്ങളെയും പുതിയ നഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിന് ദ്വാരക എന്ന് പേരിട്ടു. ജരാസന്ധൻ വീണ്ടും ആക്രമിക്കുമ്പോൾ അവൻ മധുര നഗരത്തെ ജ്വലിപ്പിക്കുന്നു. കൃഷ്ണനും ബലരാമനും കേവലം അവരുടെ ശക്തികൾ ഉപയോഗിച്ച് ദ്വാരകയിലേക്ക് പരിക്കേൽക്കാതെ പോകുന്നു. ജരാസന്ധൻ കൃഷ്ണൻ മരിച്ചുവെന്ന് കരുതി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നു. എന്നാൽ അല്പസമയത്തിനകം ജരാസന്ധൻ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ കൃഷ്ണൻ തലസ്ഥാനം മാറ്റിയതേയുള്ളൂവെന്ന് അറിയുന്നു. ചിത്രാംഗതയുടെ മകൾ ഭാനുമതിയുടെ സ്വയംവരത്തിനുശേഷം ജരാസന്ധൻ കർണനുമായി യുദ്ധം ചെയ്തു. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കർണൻ അവനെ പരാജയപ്പെടുത്തി. കർണനെ പ്രീതിപ്പെടുത്താൻ ജരാസന്ധൻ മാലിനിയുടെ രാജ്യം അദ്ദേഹത്തിന് ഭരിക്കാൻ സമ്മാനിച്ചു. യുധിഷ്ഠിരൻ ഒരു വഴിപാട് നടത്താൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിനു മുമ്പിൽ ഒരു വലിയ തടസ്സം ഉണ്ടായിരുന്നു. ജരാസന്ധൻ ശക്തനായ ഒരു യോദ്ധാവ് ആയിരുന്നതിനാൽ അവനെ ഉന്മൂലനം ചെയ്യേണ്ടത് പാണ്ഡവർക്ക് ആവശ്യമായിരുന്നു. കൃഷ്ണനും ഭീമനും അർജുനനും ബ്രാഹ്മണ വേഷത്തിൽ മഗധയിലേക്ക് പോയി ജരാസന്ധനെ കണ്ടു. ഔപചാരികമായ ഒരു കൂടിക്കാഴ്ചയ്ക്കു ശേഷം ജരാസന്ധൻ അവരുടെ ഉദ്ദേശശുദ്ധിയെപ്പറ്റി അന്വേഷിച്ചു. കൃഷ്ണനും ഭീമനും അർജുനനും അവരുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തി. കൃഷ്ണൻ ജരാസന്ധനെ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുകയും ഏത് യുദ്ധവീരനെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. ജരാസന്ധൻ ഭീമനെ ദ്വന്ദ്വയുദ്ധത്തിനായി തിരഞ്ഞെടുത്തു. ഭീമനും ജരാസന്ധനും നല്ല ഗുസ്തിക്കാരായിരുന്നു. ദ്വന്ദ്വയുദ്ധം ദിവസങ്ങളോളം തുടർന്നു. 2 പേരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒരു നീണ്ട യുദ്ധത്തിനു ശേഷവും ഭീമൻ ശക്തമായി നിൽക്കുകയായിരുന്നു. ജരാസന്ധൻ തളർന്നിരുന്നു. ജരാസന്ധന്റെ ശരീരം 2ആയി കീറാൻ കൃഷ്ണൻ ഭീമനോട് സൂചന നൽകി. ഭീമൻ അത് സാധിച്ചു. എന്നിരുന്നാലും ജരയുടെ അനുഗ്രഹത്താൽ അവന്റെ ശരീരം വീണ്ടും ചേർന്നു. ഭീമൻ അവനെ പലതവണ 2ആയി കീറിമുറിച്ചു. പക്ഷേ ഫലം അപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ മറ്റൊരു ഇല പുറത്തെടുത്ത് 2ആയി കീറി എതിർവശങ്ങളിലേക്ക് എറിഞ്ഞു. ഭീമൻ കാര്യം മനസ്സിലാക്കി. ജരാസന്ധനെ വീണ്ടും കീറിമുറിക്കാൻ കഴിഞ്ഞപ്പോൾ വലതു പകുതി ഇടതുവശത്തേക്കും തിരിച്ചും എറിഞ്ഞ് അവനെ കൊന്നു.
ഗുസ്തി പോരാട്ടത്തിൽ ഭീമൻ ജരാസന്ധനെ വധിക്കുന്നു. ജരാസന്ധന്റെ പുത്രനായ സഹദേവനെ ഇളയ പാണ്ഡവനുമായി തെറ്റിദ്ധരിക്കേണ്ടതില്ല, മഗധയുടെ സിംഹാസനത്തിൽ ഇരുത്തി.